ഇന്ന് നമ്മോട് യേശുക്രിസ്തു ആഹ്വാനം ചെയ്യുന്നത് സുവിശേഷത്തിന് മൂല്യം നൽകി ജീവിക്കുക എന്നുള്ളതാണ്. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഇന്ന് സഭാമാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്നത് ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈ സുവിശേഷ ഭാഗത്ത് യേശു ശിഷ്യന്മാരെ തൻ്റെ സുവിശേഷ വേലയ്ക്കായി അയക്കുന്ന മനോഹരമായ രംഗമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, യേശു ശിഷ്യന്മാരെ തൻ്റെ സുവിശേഷ വേലയ്ക്ക് അയക്കുമ്പോൾ കുറേയേറെ കാര്യങ്ങൾ അവരോട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പണമോ സഞ്ചിയോ ചെരുപ്പോ വടിയോ ഒന്നും കയ്യിൽ കരുതരുത് എന്ന്. ചെരുപ്പും വടിയും 2 വസ്ത്രങ്ങളും ഇതെല്ലാം ഒരു ആർഭാടത്തെയാണ് സൂചിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിപ്പോകുമ്പോൾ സമ്പത്തും ആർഭാടവും ഒന്നും തന്നെ പാടില്ല. പൂർണ്ണമായും തന്നെ പരിത്യജിച്ച് കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാനാണ് നാം ഓരോരുത്തരോടും ഇന്ന് യേശു ആഹ്വാനം ചെയ്യുന്നത്. നാം എല്ലാവരും സമ്പത്തിൻ്റെയും ആർഭാടത്തിൻ്റെയും ഒരു കാലഘട്ടത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മോട് യേശുക്രിസ്തു ആഹ്വാനം ചെയ്യുന്നത് സുവിശേഷത്തിന് മൂല്യം നൽകി ജീവിക്കുക എന്നുള്ളതാണ്. ആർഭാടത്തിൻ്റെയും സമ്പത്തിൻ്റെയും പിന്നാലെ പോകാതെ കർത്താവിൻ്റെ സുവിശേഷത്തിൽ വിശ്വസിച്ച് ജീവിക്കുവാൻ ആഹ്വാനം കർത്താവ് നൽകുന്നു. അതുപോലെ തന്നെ ക്രിസ്തീയ അനുയായികളായി വിളിക്കപ്പെട്ട നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കാവുള്ളത് എന്ന് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. ആ കർത്തവ്യത്തിന് ഇറങ്ങിത്തിരിച്ച ഓരോരുത്തരുമാണ് ക്രിസ്ത്യാനികൾ. ക്രിസ്തുവിനെ ജീവിതത്തിൽ പ്രസംഗിക്കുവാനും അധികാരവും സമ്പത്തും ജീവിതത്തിൻ്റെ സുഖങ്ങളും എല്ലാം മാറ്റിവെച്ച് പൂർണ്ണമായും ക്രിസ്തുവിൽ ലയിച്ചു ചേരുവാനും അതുവഴി സുവിശേഷം നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും പകർന്നു നൽകുവാനും സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നിത്യപിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.